ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കുറച്ച് ദിവസം ഇനി ഇവിടെ ഇരുന്നിട്ട് ടോക്ക് തരാൻ വേണ്ടി പോകാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നതല്ല, സത്യം പറഞ്ഞാൽ ഒരു പുസ്തകം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇരുന്നപ്പോൾ കുറേ സമയം അങ്ങനെ ഇരുന്ന് പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എൻ്റെ മുറിക്കകത്തെ ഒരു കുഞ്ഞു ഒരു കോർണറാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് ദിവസം ഞാൻ ടോക്ക് തരാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്നറിയോ? ജൂൺ 13-ാം തീയതി ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെയിൻസ് ഡേ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണീസ്. അന്തോണീസ് പുണ്യാളനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എപ്പോഴും ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നതല്ല, ചിലപ്പോൾ കാണാണ്ടൊക്കെ പോകും. അപ്പോൾ കാണാതെ പോകുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ഒരു വിശുദ്ധനായിട്ട് നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പരിചയപ്പെടുത്തി തന്ന നല്ല ഒരു വിശുദ്ധനാണ് ആര്? വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ. നമുക്ക് ഇവിടെ തൊട്ട് ഞാനിവിടെയുള്ള ധ്യാനകേന്ദ്രത്തിൽ കോട്ടയത്ത് നാഗമ്പടത്ത് വിശുദ്ധ അന്തോണീസിന്റെ വലിയ തീർത്ഥാടന കേന്ദ്രമുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താനൊക്കെ കിട്ടിയിട്ടുള്ളവർ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി തരും കേട്ടോ. നാഗമ്പടത്ത് മാത്രമല്ല, എവിടെയും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം ഈശോ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നെട്ടേര്. ഇന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യാളന് താങ്ക്സ് പറയാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് അത് നമുക്ക് മാറ്റാം. കമന്റ് ബോക്സ് ഫുൾ അങ്ങ് നിറയട്ടെ. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശോ മഹത്വപ്പെടട്ടെ. അന്തോണീസ് പുണ്യാളൻ നമ്മളെ നോക്കി ചിരിച്ച് ഇനിയും കൂടുതൽ കൂടുതൽ അനുഗ്രഹം ഈശോയുടെ കയ്യിൽ നമുക്ക് മേടിച്ചു തരട്ടെ. ജൂൺ 13-ാം തീയതി അത്ര സ്പെഷ്യലായ ഒരു ദിവസമാണ് എനിക്ക് പേഴ്സണലി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തവണ എനിക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ കുടീരത്തിങ്കൽ പോകാൻ വേണ്ടിയിട്ട് പറ്റി. ഇറ്റലിയിൽ വല്ലാത്തൊരു അനുഗ്രഹത്തിന്റെ സമയമായിരുന്നു. പാതുവായിൽ 2 തവണ എനിക്ക് പോയി. എൻ്റെ വിശുദ്ധ ഗ്രന്ഥം, ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന ബൈബിള് അവിടെ കല്ലറയെങ്കിൽ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അന്തോണീസ് പുണ്യാളനെ കാണാതെ പോകുന്നത് കണ്ടുപിടിക്കുന്ന വിശുദ്ധനായിട്ടല്ല, അതിനെക്കാട്ടും കൂടുതലായിട്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞായിട്ടല്ല കേട്ടോ. ഞാൻ എൻ്റെ സെമിനാരി ജീവിതത്തിന്റെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്ന ആദ്യത്തെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ്: പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന്. എന്ന് വെച്ചാൽ നല്ല കിടിലം പ്രസംഗം ഒന്നുമല്ല, ശബ്ദം ഈ സൗണ്ട് തൊണ്ട ഇടറാതിരിക്കാൻ, തൊണ്ട അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം വഹിച്ചോളാനാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അച്ഛനായി കഴിഞ്ഞിട്ട് കുറച്ച് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്തൊക്കെ ഇച്ചിരി സീരിയസ് ആയിട്ട് തുടങ്ങിയ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമായിരുന്നു. ഒരു ടോക്കൊക്കെ കഴിയുമ്പോഴത്തേനും തൊണ്ട അടഞ്ഞു പോകുന്നു. അപ്പോൾ അപ്പോഴൊക്കെ അമ്മ ഇത് ഓർമ്മിപ്പിക്കുമായിരുന്നു, നല്ല ശബ്ദത്തിന് വേണ്ടി നല്ല കൂടുതൽ നേരം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞോന്ന്. ഈ അന്തോണീസ് പുണ്യാളനോട് മധ്യസ്ഥം പറഞ്ഞോളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സുവിശേഷ പ്രഘോഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ഈ ഒരു പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വചനം നിങ്ങൾക്ക് കാണാപ്പാട് അറിയാവുന്നതായിരിക്കും. 119-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 105-ാമത്തെ വാക്യാണ്. Psalm 119 വേഴ്സ് 105. വചനം അറിയാലോ: അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ വചനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് അന്തോണീസ് പുണ്യാളന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്നായിരുന്നു എന്നാവും പറയുക. അന്തോണീസ് പുണ്യാളന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിലൊന്ന്: എൻ്റെ പാദത്തിന് വിളക്ക്, വഴിയിൽ വിളക്ക്, വെളിച്ചമാണ് അങ്ങയുടെ വചനം. അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അന്തോണീസ് പുണ്യാളൻ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിത് കേട്ടിട്ടില്ലേ? അന്തോണീസ് പുണ്യാളൻ പിന്നെ ഒരു കടൽ തീരത്തോ തടാക തീരത്തൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി മീനൊക്കെ തുള്ളിച്ചാടി കയറി വന്നു എന്നൊക്കെ പറഞ്ഞ്, മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ ചാടിത്തുള്ളി വന്നു എന്നൊക്കെ. ഇങ്ങനത്തെ അതെന്ന് വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയ വചനപ്രഘോഷമായിരുന്നു. അന്തോണീസ് പുണ്യാളൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഈ മീനുകൾ വരെ കയറി വന്നു. നിങ്ങൾ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അസീസി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുക്കനും പട്ടിക്കുഞ്ഞും കിളികളും ഒക്കെ വന്നു എന്നാ പറയാ. അത്രയും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അവർ പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ര താല്പര്യത്തോടെ മൃഗങ്ങൾ പോലും കേട്ടോണ്ടിരുന്നു. പുണ്യാളനെ കുറിച്ചുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു അവിശ്വാസിയായ ഒരാൾ ആ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഈ യൂക്കരിസ്റ്റിക് പ്രസൻസ്, ഈശോയുടെ തിരുസാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടോ എന്നുള്ളൊരു ഭയങ്കര സംശയം, ഇല്ലെങ്കിൽ അയാൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അപ്പൊ അന്തോണീസ് പുണ്യാളന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കണം. അപ്പൊ അന്തോണീസ് പുണ്യാളൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കഴുതക്കുട്ടി, ആ കഴുതേനെ ഇങ്ങനെ ഒരു 3 ദിവസം പട്ടിണി കിട്ടും. അപ്പൊ 3-ാം ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണ്. അതായത് ഈ ഈ ഈ കഴുതക്കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു കെട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. ഇപ്പുറത്ത് അന്തോണീസ് പുണ്യാളൻ ബ്ലെസ്സഡ് സാക്രമെന്റ്, ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധനയും കൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളിയാണ്: ഈ 3 ദിവസം വിശന്ന് കിടന്ന ഈ കഴുതക്കുട്ടി ഈ പുല്ല് തിന്നാൻ പോവോ, അതോ ഈ ജീവനുള്ള സാന്നിധ്യം കർത്താവിനെ കണ്ട് അതിനെ ആരാധിക്കുമോ? അന്തോണീസ് പുണ്യാളൻ അവിടെ നിൽക്കുന്നുണ്ട്. അന്തോണീസ് പുണ്യാളൻ ഒരു കാര്യം ഉറപ്പായിരുന്നു: ഈ യൂക്കരിസ്റ്റിക് പ്രസൻസ് ഈശോ ഇതിൽ കൃത്യമായിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയം ഇല്ലാത്ത ഈ പുണ്യാളൻ ഈ അവിശ്വാസിയായ ആൾക്ക് വേണ്ടി ഈ അത്ഭുതം ഇങ്ങനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ കഴുതക്കുട്ടി ഈ ഭക്ഷണം കഴിക്കാൻ പോയില്ല, പകരം ജീവനുള്ള ദൈവത്തെ, അവനെയും സൃഷ്ടിച്ച ആ നാഥനെ കണ്ട് മുട്ടുമടക്കി ഈശോയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ആരാധിക്കുന്നതായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജൂൺ 13-ാം തീയതി ഇത് രണ്ടും ഒത്തിരി അധികം നിങ്ങൾ കേട്ടുള്ള ഒരു സംഭവമാണെങ്കിലും
വളരെ പ്രധാനമായിട്ട് ഞാനിതിപ്പോൾ നിങ്ങളോട് പറയുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഒരു മൂന്നാമത്തെ കാര്യം സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞുതരാം. ആദ്യത്തെ 2 കാര്യം എന്താണെന്നറിയോ? ഒന്ന്, ലോകമെമ്പാടുമുള്ള എല്ലാ വചനപ്രഘോഷകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം എല്ലാം മലയാളീസാണ്. കേരളത്തിൽ പ്രത്യേകിച്ച്, കേരള സഭയിൽ പ്രത്യേകിച്ചുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ വചന ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ധ്യാനം കൂടുന്നത്. അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട് ഓൺലൈനിൽ. ഓൺലൈനിൽ നിങ്ങൾ ഏതൊക്കെ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നോ അവരെല്ലാവർക്കും വേണ്ടി, വൈദികര്, സന്യസ്തര്, അൽമായ പ്രേക്ഷിതര്, എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ പേഴ്സണൽ ഭക്തി, ഒരു ആരാധന കൂടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആദ്യത്തത്, ഈ അന്തോണീസ് പുണ്യാളൻ ഈ മത്സ്യത്തോടൊക്കെ വചനം പ്രഘോഷിച്ചതുപോലെ അതേ 100 ഇരട്ടി തീഷ്ണതയോടെ ഇന്ന് നമ്മുടെ വചനപ്രഘോഷകര് ഇനിയും തീ പോലെ ആളിക്കത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, ഈ ഒരു സംശയം മാറ്റാൻ വേണ്ടി അന്തോണീസ് പുണ്യാളൻ ഇങ്ങനെ ഒരു അത്ഭുതം മുമ്പിൽ കാണിക്കുന്നത് പോലെ നമുക്കെല്ലാം, എനിക്കും നിങ്ങൾക്കും എല്ലാം ഈശോയുടെ യൂക്കറിസ്റ്റിക് പ്രസൻസ്, വിശുദ്ധ കുർബാന സാന്നിധ്യത്തിൽ കൂടുതൽ ഭക്തി അടുപ്പം തോന്നാൻ വേണ്ടിയിട്ട് പേഴ്സണലി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത്തത്, അന്തോണീസ് പുണ്യാളൻ കാണാതെ പോകുന്നത് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു പുണ്യാളനായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എപ്പോഴും ഈശോയെ കയ്യിൽ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അന്തോണീസ് പുണ്യാളന്റെ രൂപം ശ്രദ്ധിച്ചിട്ടില്ലേ? കയ്യിൽ ആരുണ്ട്? ഉണ്ണീശോ ഉണ്ട്. നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മാലയും വളയും പൈസയും ഒന്നും കാണാണ്ട്, പേഴ്സ് കാണാണ്ട് പോകുന്ന സമയത്തല്ല ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊക്കെ ലൈഫിൽ ഇങ്ങനെ ഈശോയെ മിസ്സായി പോകുന്നുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ നമ്മുടെ തിരക്കിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു പാവങ്ങളൊക്കെ ചെയ്തു പോകുമ്പോഴായിരിക്കാം ഇങ്ങനെ ഈശോയെ ചിലപ്പോൾ നമുക്കിങ്ങനെ മിസ്സാവുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം അന്തോണീസ് പുണ്യാളനോട്, പുണ്യാളാ, എന്നാ സംഭവിച്ചാലും എനിക്കെൻ്റെ ഈശോയെ മിസ്സായി പോരും. മല പോയാലും, അല്ല മാല പോയാലും, വള പോയാലും, സ്വർണ്ണനാണയം പോയാലും, ഇവിടെ പേഴ്സ് പോയാലും നമുക്കതൊക്കെ പിന്നെയും തപ്പിപ്പിടിക്കാനുള്ള അനുഗ്രഹമൊക്കെ കർത്താവ് തരും. അന്തോണീസ് പുണ്യാളൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ പുണ്യാളൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്ന എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ ഈശോയെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്. സോ നമുക്കതൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ഈ 3 നിയോഗങ്ങൾ വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്നാമത്തെ നിയോഗമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഈശോയെ മിസ്സായി പോകരുത്, ഈശോയെ കാണാണ്ട് പോകരുത്. അന്തോണീസ് പുണ്യാള, നീ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും, എനിക്കും ഈ കൂടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഒരിക്കലും ഈശോയെ മിസ്സായി പോവാതെ എപ്പോഴും ഈശോയെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഈശോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. എവിടെയെങ്കിലും വെച്ച് ഈശോയുടെ സ്നേഹം ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ, അത് മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, പുണ്യാളൻ ഞങ്ങൾക്ക് വേണ്ടി രാത്രി പ്രാർത്ഥിക്കണമേ. ഈശോ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ട പുണ്യാളൻ്റെ വലിയ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.